ആശാസമരത്തെ പിന്തുണച്ച മല്ലിക സാരാഭായിക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ആ ഒരു സമ്മർദ്ദത്തെ സർക്കാർ പരോക്ഷമായി നൽകിയ ഒരു വിലക്കിനെ തള്ളിക്കൊണ്ട് ആശാ വർക്കർക്കൊപ്പമാണെന്ന് മല്ലിക സാരാഭായ് തെളിയിച്ചിരിക്കുകയാണ്. തൃശൂരിൽ നടന്ന ആശാ വർക്കർമാർക്ക് പൊതുസമൂഹത്തിന്റെ ഓണറേറിയം നൽകുന്ന ചടങ്ങിലാണ് മല്ലിക സാരാഭായ് തന്റെ സന്ദേശത്തിലൂടെ നിലപാട് വ്യക്തമാക്കിയത്. മല്ലിക സാരാഭായ് ആശാ വർക്കർമാരുടെ അക്കൗണ്ടിലേക്ക് ഓണറേറിയം തുകയായി 1000 രൂപയും കൈമാറി. തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന ചടങ്ങിലായിരുന്നു മല്ലിക സാരാഭായിയുടെ സന്ദേശം വായിച്ചത്. ആശാവർക്കർമാർ സമൂഹത്തിൽ അവഗണിക്കപ്പെടുകയാണെന്നും ആശാവർക്കർമാർ വിലമതിക്കപ്പെടേണ്ടവരാണെന്നുമായിരുന്നു മല്ലിക സാരാഭായിയുടെ സന്ദേശം. സർക്കാർ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും താൻ അവർക്കൊപ്പം നിലകൊള്ളുമെന്നും മല്ലിക സാരാഭായ് സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. The Asha workers fulfill a crucial and neglected role in society. They must be valued, and one important way of doing this is to pay them better. Just as we devalue the multiple crucial functions that a woman plays in keeping a family and a home running, we devalue these women and the important public function they perform. I stand with them for better pay. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്ന ചടങ്ങ് കവി റഫീഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ ഈ ചെറിയ സമരം ഇത് പരാജയപ്പെടുകയോ ജയിക്കുകയോ എന്തോ പറയാൻ പറ്റില്ല. ചില പരാജയപ്പെട്ടേക്കാം. എങ്കിൽ പോലും ഇത് ഈ നമ്മുടെ കേരളത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് സ്ത്രീ മുന്നേറ്റങ്ങളുടെ കാര്യത്തിൽ വളരെ വലിയ ഒരു അധ്യായം ചേർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. സാഹിത്യകാരി സാറ ജോസഫ്, സാമൂഹിക പ്രവർത്തക കുസുമം ജോസഫ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.